ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹജനനീ സഞ്ചിന്തയതി യ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈः. എല്ലാ ദേവീ ഭക്തർക്കും എൻ്റെ വിനീത പ്രണാമങ്ങൾ. ഇന്ന് നമ്മള് ലളിതാ സഹസ്രനാമത്തിലെ 49, 50, 51 ഈ 3 നാമങ്ങളുടെ അർത്ഥ വ്യാഖ്യാനങ്ങളാണ് ചെയ്യുവാൻ പോകുന്നത്. ലളിതാ സഹസ്രനാമത്തിന്റെ രചയിതാക്കളായ വശിന്യാദി വാഗ്ദേവതമാര് വളരെ മനോഹരമായിട്ടാണ് ലളിതാ പരമേശ്വരിയുടെ സ്ഥൂലരൂപത്തെ നമുക്ക് വർണ്ണിച്ച് തരുന്നത്. ആ ഭഗവതിയുടെ, ലളിതാ പരമേശ്വരിയുടെ അഭൗമ സൗന്ദര്യം എന്നത് വർണ്ണനകൾക്ക് അതീതമാണ്. ഈ സർവാരുണ അനവദ്യാംഗി സർവാഭരണഭൂഷിത ഈ 3 നാമങ്ങൾ ഇവിടെ ഭഗവതിയുടെ നിറം അരുണവർണ്ണമായി, അതല്ലെങ്കിൽ സിന്ദൂരവർണ്ണമായി വർണ്ണിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ലളിതാ സഹസ്രനാമത്തില് പല നാമങ്ങളെ കൊണ്ട് അരുണവർണ്ണത്തെ അല്ലെങ്കിൽ ഭഗവതിയുടെ നിറത്തെ വാഗ്ദേവതമാര് വർണ്ണിച്ചിട്ടുണ്ട്. ഉദ്യത്ഭാനു സഹസ്രാഭ എന്ന ഒരു നാമം, അതേപോലെ അരുണ കൗസുംഭ വസ്ത്രഭാസ്വത്കടീതടി, മറ്റൊരു നാമം നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. ഇവയെല്ലാം ഭഗവതിയുടെ ആ നിറത്തെ വർണ്ണിക്കുന്ന നാമങ്ങളാണ്, അല്ലെങ്കിൽ ഉദാഹരണങ്ങളാണ്. ഇവിടെ സർവാരുണ എന്ന നാമം കൊണ്ട് എല്ലാം അരുണവർണ്ണം എന്നാണ്. സർവവും അരുണവർണ്ണമാണ്. ആലോചിച്ച് നോക്കൂ, ഭഗവതിയുടെ വസ്ത്രം, ആഭരണം, അതേപോലെ തന്നെ രൂപം, ഇതെല്ലാം അരുണവർണ്ണമാണ് എന്നാണ് വാഗ്ദേവതമാര് ഈ നാമത്തിലൂടെ പറയുന്നത്. സർവാരുണയാണ്. വസ്ത്രത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത്കടീതടി എന്ന്. രൂപം എടുത്തു നോക്കൂ, ആ അവതാരം, അതായത് ഭഗവതിയുടെ അവതാരം ഉദ്യത്ഭാനു സഹസ്രാഭ എന്നുള്ള അത് നോക്കുമ്പോ തന്നെ നമുക്കറിയാം, അതും അരുണവർണ്ണത്തിലാണ്. അതായത് ഉദിച്ചു വരുന്ന 1000 ബാല സൂര്യന്മാരുടെ നിറം ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ഭാവത്തിലാണ് ദേവിയെ വർണ്ണിച്ചിരിക്കുന്നത്. മറ്റൊരവസരത്തില് വാഗ്ദേവതമാര് വർണ്ണിച്ചിട്ടുണ്ട്, ബ്രഹ്മാണ്ടങ്ങളെല്ലാം, ഈ പ്രപഞ്ചങ്ങളെല്ലാം ഭഗവതിയുടെ അരുണവർണ്ണ ശോഭയില് അങ്ങനെ മുങ്ങിയതുപോലെയാണെന്ന് വർണ്ണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് സൗന്ദര്യ ലഹരിയിലെ 93-ാമത്തെ ശ്ലോകം എടുത്താൽ നമുക്കത് മനസ്സിലാവും. അരാള കേശേഷു എന്ന് തുടങ്ങുന്ന അതിമനോഹരമായിട്ടുള്ള ആ ശ്ലോകത്തില് ദേവിയെ, ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ ഒക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർവോത്കർഷേണ വർദ്ധിക്കുന്നതും അതേപോലെ അരുണവർണ്ണത്തോടു കൂടിയതുമായ ആ മഹാദേവന്റെ
പരമശിവന്റെ കരുണാശക്തിയായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇനി 50-ാമത്തെ ശ്ലോകം നോക്കുകയാണെങ്കിൽ അനവദ്യാംഗിയായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അനവദ്യാംഗിയാണ് ദേവി എന്ന് പറഞ്ഞാല് ഒരു വിധത്തിലും കുറവില്ലാത്ത, അല്ലെങ്കിൽ കുറ്റങ്ങളില്ലാത്ത, അല്ലെങ്കിൽ ഒരു ദോഷവുമില്ലാത്ത ശരീര അംഗങ്ങളോട് കൂടിയവളാണ്. അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരാംഗങ്ങളാണ്, അതിമനോഹരമായിട്ടുള്ള അംഗങ്ങളാണ് ഭഗവതിക്കുള്ളത്. കാലായിക്കോട്ടെ, കൈയായിക്കോട്ടെ, ഏത് ശരീര അംഗങ്ങൾ എടുത്താലും ഒരു വിധത്തിലുള്ള കുറ്റമോ കുറവോ ദോഷമോ ഇല്ല എന്ന് വാഗ്ദേവതമാര് ഈ അനവദ്യാംഗി എന്ന നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതേപോലെ സർവാഭരണ ഭൂഷിത എന്ന നാമം എടുക്കുകയാണെങ്കിൽ ദേവിയുടെ അവതാര മഹിമയെക്കുറിച്ചും ഇതുവരെ എടുത്ത നാമത്തില് സർവാഭരണ ഭൂഷിത എന്ന ആ നാമത്തോടു കൂടി നമുക്കറിയാം ദേവിയുടെ അവതാര മഹിമയെക്കുറിച്ചും അതേപോലെ തന്നെ കേശാദിപാദ വർണ്ണനയെയും പല നാമങ്ങളിലൂടെ വാഗ്ദേവതമാര് നമുക്ക് വർണ്ണിച്ചു തരുന്നുണ്ട്. ശിരസ് മുതല് പാദം വരെ എല്ലാ ആഭരണങ്ങളും അണിഞ്ഞവൾ ഇത് നമുക്ക് ഈ നാമത്തിലൂടെ മനസ്സിലാക്കാവുന്നത്. സർവ ആഭരണഭൂഷിതയാണ്. സർവ ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് ശോഭിക്കുന്നവളാണ്. ശിരസ് മുതല് പാദം വരെ എന്തൊക്കെ ആഭരണങ്ങളാണോ, മനോഹരമായിട്ടുള്ള ആഭരണങ്ങളാണോ ധരിക്കേണ്ടത്, അതെല്ലാം ധരിച്ചാണ് ലളിതാ പരമേശ്വരി പരിലസിക്കുന്നത് എന്ന് ഈ സർവ ആഭരണഭൂഷിത എന്ന നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപാസനാമൂർത്തികളെ വർണ്ണിക്കുമ്പോൾ നമ്മളൊക്കെ ആരാധനാമൂർത്തികൾ, അത് വിഷ്ണു ആയിക്കോട്ടെ, ശിവനായിക്കോട്ടെ, ദേവിയായിക്കോട്ടെ, ഏത് ആരാധനാമൂർത്തികൾ ആരാധിക്കുമ്പോഴും കേശാദിപാദമായിട്ടും അതേപോലെ തന്നെ പാദാദികേശമായിട്ട് വർണ്ണിക്കാറുണ്ട്. ശിരസ് മുതൽ പാദം വരെയും പാദം മുതൽ ശിരസ് വരെയും ആ രൂപ വർണ്ണന നടത്താറുണ്ട്. ഇവിടെ ലളിതാ സഹസ്രനാമത്തിൽ വാഗ്ദേവതമാര് ചെയ്തിട്ടുള്ളത് കേശാദിപാദ വർണ്ണനയാണ്. അതായത് ശിരസ് മുതൽ പാദം വരെയുള്ള വർണ്ണനയാണ്. അപ്പൊ ഇവിടെ സർവാഭരണഭൂഷിത എന്ന ഒരു നാമത്തോടു കൂടി ഭഗവതിയുടെ ആ അവതാര മഹിമയെക്കുറിച്ചും അതേപോലെ തന്നെ കേശാദിപാദ വർണ്ണനയെക്കുറിച്ചുമാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്നൂടെ ഈ നാമത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതുവരെ ദേവിയുടെ ഈ നാമ വർണ്ണന ശ്രവിച്ച എല്ലാ ഭക്തരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.